ഹലോ, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് എടുത്തൊരു വ്ളോഗാണ് കേട്ടോ. വ്യാഴാഴ്ച എടുത്തതാണ്. നവാസ്കൊക്കെ ഉള്ള സമയത്ത് എടുത്തതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് രാവിലെയാണ് കേട്ടോ. രാവിലെ സ്കൂളും മദ്രസൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരം വൈകിട്ട് എഴുന്നേറ്റത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ പത്തിരിയും മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ രാത്രി കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ. പത്തിരിക്ക് പൊടി വാട്ടാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി അത് തിളച്ച് വരണം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ചോറ് വെക്കാനുള്ള അരി എടുക്കുകയാണ്. സ്റ്റൗവ് എന്താണാവോ ഓണാക്കിയപ്പോൾ അതിൽ ചെറിയ തീയിലാണ് കത്തണുള്ളൂ കേട്ടോ. എന്തെങ്കിലും ഉറുമ്പോ എന്തെങ്കിലും കയറിയിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കുറേ ടൈം എടുത്തിട്ടാണ് ഞാൻ ഈ കടിയൊക്കെ ഉണ്ടാക്കിയത്. എല്ലാ അടുപ്പിലും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. ചെറിയ തീയ വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാ ചോറ് വെക്കാനുള്ളത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നതൊക്കെ ഞാനൊന്ന് കഴുകി വെച്ച് അപ്പോഴേക്കും നമ്മളെ പത്തിരിക്കുള്ള പൊടി വാട്ടാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ അളന്നിട്ടൊന്നുമല്ല കേട്ടോ പൊടി ഇട്ട് കൊടുക്കുക, ഒരു കണക്കിന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക തന്നെ. അപ്പോൾ ഇതാ പൊടി വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് തട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ കൈയുടെ സർജറി കഴിഞ്ഞ മുതൽ ഞാൻ പൊടി കുഴക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ കപ്പ് വെച്ചിട്ടാണ് കേട്ടോ കുഴക്കാറ്. അതാവുമ്പോൾ നമുക്ക് ചൂടോടെ കുഴക്കുകയും ചെയ്യാം, പിന്നെ പെട്ടെന്ന് കുഴഞ്ഞ് കിട്ടുകയും ചെയ്യും. ആ ചൂടോടെ തന്നെ കുഴച്ചാലല്ലേ ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. അപ്പോൾ ഇതേ മുട്ട പുഴുങ്ങാനുള്ളത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ കപ്പ് കൊണ്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ച് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ കുഴച്ചിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ അതങ്ങനെ ചെയ്തെടുത്തിട്ട് ഉരുളകളാക്കിയിട്ട് പിന്നെ ഞാൻ ചുടണ നേരത്താണ് കേട്ടോ പരത്തിയിട്ട് നേരെ അങ്ങോട്ട് ഇടുകയാണ്. പൊടി തട്ടാറില്ല. ഇടക്ക് പൊടി തട്ടും, ഇടക്ക് പൊടി തട്ടൂല. ഉമ്മിച്ചിയൊക്കെ പൊടി തട്ടിയിട്ടാണ് കേട്ടോ പത്തിരി ഉണ്ടാക്കുക. പക്ഷേ പാലപ്പെട്ടിയിലുള്ളവരൊക്കെ പൊടി തട്ടാണ്ടാണ് പത്തിരി ഉണ്ടാക്കുക. അപ്പോൾ ഇതേ മുട്ടക്കറിയിലേക്കുള്ള സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നാക്കിയെടുത്ത് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ പൊടി വാട്ടിയ പാത്രം അവിടെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കഴുകി വെച്ചത്. വലിയ പാത്രമായ തന്നെ അവിടെ ഇരിക്കുമ്പോൾ വേറെ ഒന്നും നമുക്ക് അവിടെ വെക്കാനും പിടിക്കാനും പറ്റൂല കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകി വെക്കുന്നുണ്ട്. ഇനി ഇതേ പത്തിരി ചുടാനായിട്ട് പാൻ വെച്ചിട്ടുണ്ട്. തീ കുറവായ കാരണേ ഒരടപ്പിലും വെച്ചിട്ട് എനിക്ക് തൃപ്തിയാവാത്ത പോലെ. അപ്പോൾ ഇവിടെ നിന്ന് മാറ്റിയിട്ട് അപ്പുറത്തേക്ക് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ പത്തിരി ചുട്ടത്. ഇതിങ്ങനെ വെച്ചിട്ട് കുറേ നേരമായിട്ടും ചൂടാവാത്ത പോലെ തോന്നി. പത്തിരി ഞാൻ എപ്പോഴും ഉണ്ടാക്കാറില്ല കേട്ടോ. മിക്കപ്പോഴും ദോശ, വെള്ളപ്പം, പുട്ട് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറ്. പത്തിരിയൊക്കെ വല്ലപ്പോഴും ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇതാ പത്തിരിക്കല്ല് ഞാൻ ആ സ്റ്റൗവിൽ നിർത്തി ഈ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും സമയം എടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ മുട്ടക്കറിയിലേക്കുള്ള സവാള അരിയാണ് കേട്ടോ. അങ്ങനെ ഓരോ ട്രിപ്പും പരത്തിയിട്ടിട്ട് ഞാൻ വേറെ പണികൾ ചെയ്യുന്നുണ്ട്. പിന്നെ തേങ്ങ ചിരകിയിട്ടുണ്ടായിരുന്നു. തേങ്ങാപ്പാലിൽക്കും വേണം, പിന്നെ പച്ചക്കറിയിൽക്കും ഉപ്പേരിയിൽക്കൊക്കെ തേങ്ങ വേണം കേട്ടോ. അപ്പോൾ അതൊക്കെ ചിരകിയെടുത്ത് ഇപ്പോൾ ആദ്യം തേങ്ങാപ്പാലടിക്കാനുള്ളത് ചിരകിയിട്ടുണ്ട്. പത്തിരിക്കുള്ള തേങ്ങാപ്പാലും പിന്നെ മുട്ടക്കറിയിൽക്കും കൂടെ ഉള്ളതാണ് കേട്ടോ. രണ്ടിൽക്കും കൂടെ ഞാൻ ഒന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഇതാ മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായാൽ കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുത്ത് പൊട്ടി വരുമ്പോൾ സവാള ചേർത്ത് കൊടുക്കുക. 2 സവാള എന്നിട്ട് എടുത്തേക്കണത്. അപ്പോൾ ഞങ്ങൾ പെരുന്നാൾ വീട്ടിൽ പോയപ്പോൾ അനുവിൻ്റെ മോന് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നിട്ട് വെക്കേഷൻ ആകുമ്പോൾ നിൽക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇരുന്നിരുന്നാണ്. പിന്നെ നവാസ്ക വന്ന കാരണം എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പെരുന്നാളിന് പോയപ്പോൾ അവൻ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് പത്തിരി പാലും പഞ്ചസാര ഒഴിച്ച് മതി എന്ന് പറഞ്ഞപ്പോൾ അവൻ ആദ്യം കൊടുത്തിട്ടാ. അപ്പോൾ അതേ ഇതിൽക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ചെടുത്തിട്ട് സവാള വാടി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചോറ് ഇതാ തിളച്ചിട്ടുണ്ട് കേട്ടോ. സെൻട്രലിലത്തെ അടുപ്പ് അധികം ഉപയോഗിക്കാത്ത കാരണം അതിൽ കുറച്ച് തീ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതേ റൈസ് കുക്കറിൽ ഇറക്കി വെക്കണം കേട്ടോ ചോറ്. പിന്നെ അതിലേക്കുള്ള 2 തക്കാളിയും അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വാടി വരണം. വാടി വരുമ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി,
ഒരു 1.5 സ്പൂൺ ചേർത്തിട്ടുണ്ട്. മുളക് പൊടി 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാലപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പച്ചമണമൊക്കെ മാറി വരണം. പച്ചമണമൊക്കെ മാറി വന്നാൽ നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കോഴിമുട്ട പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള തേങ്ങാപ്പാലിൽ നിന്ന് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഞാൻ പത്തിരി മുക്കാനായിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഫറാസ് കുറേ നേരമായി കറിയായില്ലേ എന്ന് ചോദിച്ചിട്ട് വരുന്നേ വിശന്നിട്ടാണ്. സ്റ്റൗവ് ശരിയല്ലാത്തതുകൊണ്ടേ കുറേ സമയമെടുത്ത്, എല്ലാവർക്കും വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചായക്കും വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ചായ കുട്ടികളൊന്നും കുടിക്കില്ല, നവാസ്കാക്കും മൂത്തോനും മാത്രം ചായ ഉള്ളൂ കേട്ടോ, മറ്റവർ കുടിക്കാറില്ല. അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് മീനൊന്നും കിട്ടാത്തതുകൊണ്ട് മുരിങ്ങാക്കായും പരിപ്പിട്ട് വെക്കുക, പിന്നെ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ചിക്കൻ മേടിച്ചാൽ ഫ്രൈ ചെയ്യാമല്ലോ വെച്ചിട്ട് ചിക്കൻ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാ അവരും ചായ കുടിക്കാതിരുന്നിട്ടുണ്ട്, ഞാനും ചായ കുടിച്ചിട്ടാ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതേ ചിക്കൻ ഞാനൊന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ബ്ലഡൊക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതേ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. പാത്രം പിന്നെ പ്രസവിക്കണ പോലെയാണ്, നമ്മൾ അങ്ങോട്ട് തിരിയുമ്പോഴേക്കും ഇവിടെ നിറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴുകണുണ്ട്. അങ്ങനെ രാവിലത്തെ പരിപാടി കഴിഞ്ഞിട്ടാ ചായ കുടി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി സ്റ്റൗ ഒന്ന് ശരിയാക്കിക്കാമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ അത് ശരിയാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കട ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ വേറൊരു സ്റ്റൗ ഇവിടെ ഇരിക്കുന്നുണ്ട്, അപ്പോൾ അതെടുത്ത് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് ഉച്ചക്കലത്തെ പണി നോക്കാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ പിന്നെ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ മറ്റേ വേറെ സ്റ്റൗ ഉണ്ടെന്ന് പറഞ്ഞില്ല, അതെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് 2 അടപ്പിൻ്റെയാണ്, എന്നാലും കുഴപ്പമില്ല, അത് തീ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ആ പൊടി പിടിച്ചിരിക്കുകയായിരുന്നു മുകളിൽ, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ് കേട്ടോ. സോപ്പൊക്കെ ഇട്ട് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. ഇത് വെച്ചപ്പോഴാണ് പിന്നെ ഒന്ന് പണി സ്പീഡായത് കേട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഉച്ചക്കൽക്ക് കറിക്കുള്ളത് നോക്കണം. അപ്പോൾ പരിപ്പൊന്ന് ആദ്യം വേവിച്ചെടുക്കണം കേട്ടോ. പരിപ്പും മുരിങ്ങാക്കായും തേങ്ങ അരച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ പരിപ്പ് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ മുരിങ്ങാക്കായ കടയിൽ നിന്ന് മേടിച്ചതല്ല കേട്ടോ, മുരിങ്ങയുടെ ഇലയും ഇതും കൂടെ ചെറുപ്പൊക്കെ കൊണ്ട് വെച്ചതാണ്, തട അവിടെ നിന്നാണ് തോന്നുന്നു. അപ്പോൾ അതിൽ കുറേയൊക്കെ മൂത്തതായിരുന്നു കേട്ടോ, നല്ലത് നോക്കി എടുത്ത് ഞാൻ കുറച്ചുണ്ടായിരുന്നു. പരിപ്പ് വെന്ത് കഴിഞ്ഞാൽ മുരിങ്ങാക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവാള, ഒരു ചെറിയ തക്കാളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അത് വേവാനുള്ള വെള്ളം. മുരിങ്ങാക്കായ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുള്ളായിട്ട് കുക്കർ അടച്ച് വെക്കില്ല കേട്ടോ, തുറന്ന് വെച്ചിട്ട് തന്നെ തിളപ്പിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തേങ്ങ ഇനിയും വേണം, അപ്പം ഞാൻ തേങ്ങ പൊളിക്കാൻ കേട്ടോ. അപ്പോൾ ഇതാ അവിടെ മുരിങ്ങാക്കായൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാനായിട്ട് തേങ്ങ ചെറുകയാണ്. തേങ്ങയിലേക്ക് കുറച്ച് വലിയ ജീരകം, ചെറിയ ഉള്ളി, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അരച്ചെടുത്തത് നമ്മൾ മുരിങ്ങാക്കായ വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് തിള വന്നാൽ നമുക്ക് ഓഫാക്കിയിട്ട് കടുക് പൊട്ടിക്കാം കേട്ടോ.
അപ്പോൾ ഇതാ കടുകും ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ തൊണ്ട ശരിയല്ല കേട്ടോ, അതുകൊണ്ട് സൗണ്ട് ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ഇതാ നമ്മളുടെ പച്ചക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ചിക്കനൊന്ന് മസാല തേക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയല്ല, വെളുത്തുള്ളി, ഇഞ്ചി, ഉണക്കമുളക്, വലിയ ജീരകം, കറിവേപ്പില, കുറച്ച് സുർക്ക, ഉപ്പ്, ഗരം മസാലപ്പൊടി, മുളക് പൊടി, പിന്നെന്താ വേപ്പില, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ചിക്കനിലേക്ക് നമുക്ക് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം. അപ്പോൾ അതേ ഇനി ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ബീട്രൂട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. ഇതിൽക്കൊരു അരപ്പ് വേണം. അപ്പോൾ അതിനുള്ള തേങ്ങയും കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറൊന്ന് ഊറ്റി വെക്കുകയാണ്. ഉപ്പേരിക്ക് തേങ്ങ, കറിവേപ്പില, പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ചെറിയുള്ളി ഇടാൻ ഞാൻ മറന്നു പോയതാണ്. അപ്പോൾ അതേ പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക, പിന്നെ വേപ്പില ഇട്ട് കൊടുക്കുക, പിന്നെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുക. അരച്ചതല്ല, തേങ്ങ ഒതുക്കിയത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് ബീട്രൂട്ടും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ മറ്റേ ചതച്ചയിൽ ചേർത്തിട്ടുണ്ട്, നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഉപ്പേരി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ റെഡിയായപ്പോൾ എല്ലാവർക്കും ചോറ് കഴിക്കാനുള്ള ചോറൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. ഇന്നത്തെ എല്ലാ വ്യാഴാഴ്ചക്കലത്തെ വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുവരെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.